ആർ എസ് എസ്സുകാർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാം എന്ന് പ്രവർത്തക സമിതി യോഗം കൂടി തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ തീരുമാനം തിരുത്തിയ നേതാവിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കണ്ണ് തെറ്റിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാം, ആർ എസ് എസും കോൺഗ്രസും ഒരേപോലെ പോകാം എന്ന നിലയ്ക്ക് തീരുമാനമെടുത്തൊരു പാർട്ടിയുടെ അഭിപ്രായം അത് ഞാൻ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സന്തോഷകരമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, കോൺഗ്രസിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ആർക്കാണ് ഇവിടെ അറിയില്ലാത്തത്? ബാബറി മസ്ജിദിനെ പോലെ ഒരു പ്രതീകം നമ്മുടെ സമൂഹത്തിനകത്ത് തകർക്കപ്പെട്ടപ്പോൾ അതിനെല്ലാ തരത്തിലും പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ശിലാന്യാസത്തിൽ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പരാതിപ്പെട്ടതും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനൊരു കോൺഗ്രസ് ഇവരിപ്പം മൂന്നാളുകളോട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ചെറിയ തർക്കം അവർ തമ്മിലുണ്ട്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ തീവ്ര ഹിന്ദുത്വമാണ് ഒരു കൂട്ടർക്കെങ്കിൽ മൃദു ഹിന്ദുത്വമാണ് വേറൊരു കൂട്ടർക്ക്. ഞങ്ങൾ അടിസ്ഥാനപരമായി ഇതിനെ കാണുന്നത്, CPM കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, RSS എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആവശ്യമുള്ള സംഘടനയല്ല. ആ സംഘടനയെ പിരിച്ചുവിടണം. എന്തിനാണ് RSS ഉണ്ടായത്? എന്താണ് അവരുടെ ദൗത്യം? അത് രാഷ്ട്രീയ സംഘടനയാണോ, മതസംഘടനയാണോ, സാംസ്കാരിക സംഘടനയാണോ? അവർക്ക് ഭരണഘടനയുണ്ടോ? നിങ്ങൾ ആ ഭരണഘടന വായിച്ചിട്ടുണ്ടോ? ഒരു ഭരണഘടനയില്ലാത്ത, ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു സംഘടന, അതിന് നേതാവ് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയുകയല്ല. ഇപ്പോൾ 2 കൊല്ലത്തിനിടയ്ക്ക് എന്തോ സോഫ്റ്റായിട്ട് ഇദ്ദേഹം വർത്തമാനം പറഞ്ഞു നിഷാദ് പറയുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പറയാം. 1000 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യുദ്ധത്തിലാണ്. പറഞ്ഞ മാന്യൻ്റെ പേരാണ് മോഹൻ ഭഗവത്. അദ്ദേഹം പറഞ്ഞ ഈ വാചകം എവിടുന്ന് വന്നു? ആ വാചകം 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണാധ്യായങ്ങളെന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയത് സവർക്കറാണ്. സവർക്കറുടെ പുസ്തകത്തിൻ്റെ ഒരു അധ്യായമാണത്. അങ്ങനെ സവർക്കറുടെ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം, അതിൻ്റെ തലക്കെട്ട് ഇന്ത്യ രാജ്യത്തെ ചരിത്രമാണെന്ന് പറയുന്ന മോഹൻ ഭഗവതിൻ്റെ പക്കൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കാനാണ്? അയാൾ പറയേണ്ടത് കേട്ടിട്ട് RSS മാറാൻ പോവുകയാണെന്ന് ഏത് വിഡ്ഢികളാണ് വിശ്വസിക്കുന്നത്? പുള്ളിപ്പുലിയുടെ പുള്ളി മാറുമോ? ഇനി 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മുഗൾ രാജാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ അമ്പലമെല്ലാം പൊളിച്ചിട്ട് കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ നേരെ കൊണ്ടുപോയി രാജാക്കന്മാരുടെ ശൗചാലയങ്ങളിലെ ചവിട്ടുപടിയാക്കി, ബാത്റൂമിലെ ചവിട്ടുപടിയാക്കി, ക്ലോസറ്റുകളാക്കി മാറ്റി. പറയുന്ന മാന്യൻ്റെ പേരാണ് VD സവർക്കർ. ആ പ്രസംഗം നടത്തുന്ന മാന്യൻ്റെ പേരാണ് മോഹൻ ഭഗവത്. നമുക്ക് താഴേക്ക് കുടിച്ചു പോകുന്നേ. മോഹൻ ഭഗവതിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കുഴിക്കൽ നിർത്തണ്ട. നിങ്ങൾ പള്ളിയുടെ അടി കുഴിച്ചാൽ അമ്പലം മാത്രമാണ് കിട്ടുക? അങ്ങനെയാണോ നിങ്ങളുടെ ധാരണ? ബുദ്ധൻ്റെ വിഗ്രഹം കിട്ടും, ജൈനൻ്റെ വിഗ്രഹം കിട്ടും. എത്രയോ ബുദ്ധ വിഗ്രഹങ്ങളുടെയും ജൈന വിഗ്രഹങ്ങളുടെയും തലയറുത്താണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ബ്രാഹ്മണ പൗരോഹിത്യം ഈ അധികാര സ്ഥാപനം നടത്തിയത്. ഇപ്പം തന്നെ ഈ കേരളത്തിൽ തന്നെ പത്തനം ഉത്ഖനനം നടക്കുന്നുണ്ട് പറവൂരിൽ. എന്താ കണ്ടെത്തിയത്? മഴ ഉണ്ടായിട്ടില്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു. പ്രപഞ്ചശക്തികളെ വിശ്വസിച്ചിരുന്നൊരു കേരളം ഉണ്ടായിരുന്നു. ഇവിടെ BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ സനാതനമാണ്, ഉൾക്കൊള്ളലാണ്, ഞങ്ങൾ നിരീശ്വരവാദത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവരാരായി ഉൾക്കൊള്ളാൻ? ഇവർക്ക് തന്നെ പ്രത്യേകത. നിരീശ്വരവാദം പോലെ, ബുദ്ധിസം പോലെ, ജൈനമതം പോലെ, ചാർവാക മതം പോലെ എത്രയോ മതങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അതിൽ പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്നതിൽ ഇവർക്കെന്താ പ്രത്യേകത? ഇവരാരാ ഇവിടെ? ഇവർ ഈ രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്തത്? RSS ഈ രാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? RSS ഈ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? അതുകൊണ്ട് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പിരിച്ചുവിടപ്പെടേണ്ട പ്രസ്ഥാനമാണ്. അതിന് നേതാക്കന്മാർ ആദരിക്കപ്പെടാൻ പാടില്ല. അതിന് നേതാക്കന്മാർ ബഹുമാനിക്കപ്പെടാൻ പാടില്ല. അവർക്ക് പൊതുമണ്ഡലത്തിൽ പ്രസ്താവന നടത്താൻ അവകാശമില്ല. അവർ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവരല്ല. മീഡിയ വൺ എങ്ങനെ നിരോധിക്കുന്നത്? മീഡിയ വൺ നിയമവ്യവസ്ഥ പാലിക്കുന്നില്ല, ഉടനെ നിരോധിച്ചു കളഞ്ഞു. സുപ്രീം കോടതി പോയിട്ടാണ് യുദ്ധം ചെയ്ത് ജയിച്ചത്. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമവ്യവസ്ഥയെ RSS മാനിക്കുന്നുണ്ടോ? അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? എന്താണ് അവരുടെ ഭരണഘടന? പിന്നെ RSSൻ്റെ നേതാക്കന്മാർ ഓരോ ഘട്ടത്തിലും ഓരോ പ്രസംഗം നടത്തും. ഈ പ്രസംഗമാണോ RSSൻ്റെ അജണ്ട? ഇതൊന്നുമല്ല അജണ്ട. ഈ രാജ്യത്തെ മതരാജ്യമാക്കുക.
ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ് ആക്കുക. അതിന് ഭരണഘടന പൊളിക്കണം. ഭരണഘടന പൊളിക്കണം. പാർലമെന്റ് ഭൂരിപക്ഷം വേണം. പാർലമെന്റ് ഭൂരിപക്ഷം ഉണ്ടാകണം. എന്ത് വേണം? അതിന് കുതന്ത്രം വേണം. ഒറ്റ കുതന്ത്രമേ ഉള്ളൂ, വർഗീയ കലാപം.